ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ സോഷ്യൽ സയൻസിലെ 10ാമത്തെ പാഠമായ ബഡ്ജറ്റ് ദ ട്രൂ റെക്കോർഡ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പാഠഭാഗവും ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ചോദ്യങ്ങളും ആക്ടിവിറ്റികളും പാഠവിശദീകരണവുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ പാഠഭാഗത്തിൻ്റെ പേരെന്താണ്? ബഡ്ജറ്റ് ദ ട്രൂ റെക്കോർഡ് ഓഫ് ഡെവലപ്മെൻറ്റ്. ബഡ്ജറ്റ് വികസനത്തിൻ്റെ നേർരേഖ എന്ന് പറയുന്നതാണ് പാഠത്തിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി പാഠഭാഗത്തിലേക്ക് കടക്കാം. ഇവിടെ ഒരു കോൺവേഴ്സേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം. എന്താണ്? അതായത് അവിടുത്തെ മുതിർന്ന വ്യക്തി പറയാണ്, സൺ എക്സ്പെൻസസ് ആർ ഹൈ ദിസ് മന്ത് ടു, വിൽ യു ഹാവ് ടു ബി ബോറോ മണി അഗെയിൻ. അതായത് ഈ മാസത്തെ വരുമാനം അല്ലെങ്കിൽ ചിലവ് വളരെയധികം കൂടുതലാണ്, നമുക്ക് വീണ്ടും എടുക്കേണ്ടി വരിക. ഇഫ് വി ഗെറ്റ് ദ ചിട്ടി വി ഷാൾ പേ ഓഫ് അവർ ഡെപ്റ്റ്സ്, ആഫ്റ്റർ ദാറ്റ് വി ഷാൾ ഡിപ്പോസിറ്റ് ദ റെസ്റ്റ് ഓഫ് ദ മണി ഇൻ ബാങ്ക്. അതായത് ഇപ്രാവശ്യം നമുക്ക് ചിട്ടി ലഭിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനും പറ്റുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അവിടുത്തെ ഇരിക്കുന്ന മകൻ എന്താ പറയുന്നത്? ഐ ഹാവ് ഗോട്ട് ദ സാലറി ഫോർ ദിസ് മന്ത്, ഐ ഷാൽ ഗീവ് ദ എമൗണ്ട് നീഡഡ് ഫോർ ബൈയിങ് മെഡിസിൻസ് ഫോർ ഫാദർ, ഫോർ പേയിങ് ദ ഇലക്ട്രിസിറ്റി ബിൽ ടു മോം, ഐ നീഡ് ടു റിട്ടേൺ ദ മണി ദാറ്റ് ഐ ബോറോഡ് മൈ ഫ്രണ്ട്, ഐ ഷാൽ ബൈ എ ന്യൂ ഡ്രസ് ഫോർ അമ്മു, ഐ വിൽ പേ ദ ചിട്ടി ഓൾസോ. അപ്പോൾ എന്താ പറയുന്നത്? എനിക്ക് ഈ മാസം സാലറി കിട്ടും. അങ്ങനെ സാലറി കിട്ടിയതിൽ അച്ഛനക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിനും അതുപോലെ തന്നെ അമ്മയ്ക്ക് ഇലക്ട്രിസിറ്റി ബില്ലും കൊടുക്കാം. അതുപോലെ തന്നെ അമ്മുവിന് ഒരു ഡ്രസ്സും കൊടുക്കാം. അതുപോലെ ചിട്ടി ഞാൻ അടക്കാമെന്നും ആ മകൻ പറയുന്നുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്? ഡിയർ, ടുമോറോ ഇറ്റ്സ് അമ്മൂസ് ബർത്ത്ഡേ, ഷുഡിൻ വി ബൈ എ ന്യൂ ഡ്രസ്, ഫാദേഴ്സ് മെഡിസിൻ ഈസ് റൺ ഔട്ട്, ദ ഇലക്ട്രിസിറ്റി ബിൽ ഹാസ് ഓൾസോ ഇഷ്യൂഡ്, വി നീഡ് ടു റിമിറ്റ് ദ മന്ത്ലി പേയ്മെൻറ്റ് ഫോർ ദ ചിട്ടി ടു. അപ്പോൾ എന്താണ് പറയാണ്? അതായത് അച്ഛൻ്റെ മരുന്നൊക്കെ കഴിഞ്ഞെന്ന് പറയാണ്. ഹാവിങ് ടു ലിസൺ ദ കോൺവെർസേഷൻ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദിസ് ഫാമിലി. അപ്പോൾ ഈ വീട്ടുകാരുടെ സംഭാഷണം നമ്മളിപ്പോൾ കേട്ടു. വാട്ട് ആർ ദ എക്സ്പെൻസസ് മെൻഷൻ ഇൻ ദ കോൺവെർസേഷൻ? ആ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ള ചിലവുകൾ എന്തൊക്കെയാണ്? പേയിങ് ഓഫ് ഡെപ്റ്റ്സ്, കടങ്ങൾ വീട്ടുന്നത്, അതുപോലെ തന്നെ ബൈയിങ് ക്ലോത്ത്സ്, പേയിങ് ഫോർ ചിട്ടി, പേയിങ് ഇലക്ട്രിസിറ്റി ബിൽ ആൻഡ് ബൈയിങ് മെഡിസിൻസ്. അതൊക്കെയാണ് നമുക്ക് ആ കോൺവെർസേഷൻ വായിച്ചപ്പോൾ മനസ്സിലായത്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വെച്ച് അത് നീഡ്സ് ഇൻ അവർ ഡെയിലി ലൈഫ് ദാറ്റ് വി സ്പെൻഡ് മണി ഓൺ. അതായത് ഡെയിലി ലൈഫിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പൈസ ചിലവഴിക്കുന്നത് എന്തിനൊക്കെയാണ്? രണ്ടെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. ഫുഡ്, ഹെൽത്ത്. പിന്നെ എന്തിനൊക്കെയാണ്? എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ട്രാവൽ, ഇലക്ട്രിസിറ്റി, ന്യൂസ് പേപ്പർ, അതുപോലെ തന്നെ ഫോണിന്, ക്ലോത്ത്, അതൊക്കെ നമുക്ക് അതിൽ എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് ഫാമിലി എക്സ്പെൻഡിച്ചർ. വീട്ടുചെലവാണ്. ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ബൈ എ ഫാമിലി ഫോർ ഫുഡ് കൺസപ്ഷൻ ആൻഡ് നോൺ ഫുഡ് കൺസപ്ഷൻ ഫോർ എ പെർട്ടിക്കുലർ പീരീഡ് ഈസ് കോൾഡ് ദ ഫാമിലി എക്സ്പെൻഡിച്ചർ. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓൾ ദ എക്സ്പെൻഡിച്ചർ ഓഫ് ഫാമിലി കനോട്ട് ബി ഫിക്സ്ഡ് ഇൻ അഡ്വാൻസ്, സോ ദ ഫാമിലി എക്സ്പെൻഡിച്ചർ മേ ബി ഫോളോ കാറ്റഗറൈസ്ഡ് ആസ് ഫോളോ. അതായത് വീട്ടുചെലവ് എന്ന് പറയുന്നത് നമ്മൾ ടോട്ടലായിട്ട് എമൗണ്ട് വീട്ടിൻ്റെ ഭക്ഷണത്തിനും അല്ലാണ്ടും നമ്മൾ ചിലവ് കഴിക്കുന്ന ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പീരീഡിൽ ചിലവഴിക്കുന്നതിനെയാണ് നമ്മൾ ഫാമിലി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. വീട്ടുചെലവ് നമുക്കൊരിക്കലും അഡ്വാൻസ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ഫാമിലി എക്സ്പെൻഡിച്ചറിനെ രണ്ടായി തരം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫാമിലി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറും ഉണ്ട്, അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ഉണ്ട്. അതായത് വീട്ടുചെലവ് എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചിലവുകൾ വീട്ടിലുണ്ടാകും. അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചിലവുകളും ഉണ്ടാകും. അപ്പോൾ നമുക്കത് നോക്കാം. എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ഈസ് ദ എക്സ്പെൻഡിച്ചർ ദാറ്റ് എക്സ്പെക്റ്റഡ് ഇൻ എ ഫാമിലി ഫോർ പെർട്ടിക്കുലർ പീരിയഡ്. ദിസ് ക്യാൻ എസ്റ്റിമേറ്റ് ആസ് മന്ത് ആൻഡ് ആനുവലി. അതായത് നമ്മൾ വീട്ടിലുള്ള ചിലവ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പീരീഡിലേക്ക് എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളത്, അതായത് ഫുഡ്, ഇലക്ട്രിസിറ്റി ബില്ല്, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതായിട്ടുള്ള ചിലവുകളാണ്, എല്ലാ മാസവും ഉണ്ടാകുന്ന ചിലവുകളാണ്. അതാണ് എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ദെൻ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ദ എക്സ്പെൻഡിച്ചർ ദാറ്റ് എ ഫാമിലി കനോട്ട് ഫിക്സ് ഇൻ അഡ്വാൻസ് ഫോർ പെർട്ടിക്കുലർ പീരീഡ് വിച്ച് ഒക്കേഴ്സ് ആക്സിഡൻ്റലി ഈസ് ടേംഡ് ആസ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ. അതായത് എന്താണ്? ഫാമിലി ഒരിക്കലും അഡ്വാൻസായി ചിന്തിക്കുകയൊന്നും ചെയ്യാതെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പീരീഡിൽ വളരെ യാദൃശ്ചികമായിട്ട് പെട്ടെന്ന് കടന്നു വരുന്ന ചിലവുകളെയാണ് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് നാച്ചുറൽ ഡിസാസ്റ്റർ, ഡിസീസസ് ഒക്കെ. അതായത് പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ തന്നെ അസുഖങ്ങളൊക്കെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറാണ്.
അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ദ ലിസ്റ്റ് ബൈ ഗിവൺ മോർ എക്സാമ്പിൾസ് ഫോർ എക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചേഴ്സ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ചോദ്യം വന്നേക്കാം. അപ്പോൾ എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നിടത്ത് നമുക്ക് എഡ്യൂക്കേഷൻ, ട്രാവൽ, ഗ്രോസറി, എൻ്റർടൈൻമെൻറ്റ്, ന്യൂസ് പേപ്പർ, ഫോൺ. അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറാണ് ആക്സിഡൻറ്റ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഡിസീസ്, അതുപോലെ തന്നെ ഡെത്ത് എന്നിവയൊക്കെ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഫാമിലി ഇൻകം എന്ന് പറയുന്നത്, വീട്ടുവരുമാനം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഓരോരുത്തരും ഓരോ ജോലിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. The picture shows the different fields in which members of Nikhil's family are engaged. ആ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് നിഖിൽ എന്ന് പറയുന്ന കുട്ടിയുടെ വീട്ടുകാർ ഓരോരുത്തരും ഓരോ ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. Among them there are people who engage in occupation, those who do not. അതായത് ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്, അതുപോലെ ചെയ്യാത്തവരുണ്ട്. ഫാമിലി മെമ്പേഴ്സ് നിഖിൽ, ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ഇവരൊക്കെയാണ് ആ വീട്ടിലുള്ളവർ. അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് അടുത്ത ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ഏരിയ ഓഫ് ആക്ടിവിറ്റി അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇൻകം, എങ്ങനെയാണ് അവർക്ക് ഇൻകം ലഭിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിഖിൽ സ്റ്റുഡൻ്റ് ആണ്, അതുപോലെ തന്നെ ഫാദർ ടൈലറാണ്, മദർ സെയിൽസ് വുമൺ ആണ്, ഗ്രാൻഡ് ഫാദർ അഗ്രികൾച്ചറാണ്, കൃഷി ചെയ്യുന്ന വ്യക്തിയാണ്, ഗ്രാൻഡ് മദർ പെൻഷനിയർ ആണ്. ഇങ്ങനെയാണ് അവിടെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി ഇൻകം എന്നുള്ളിടത്ത് അതായത് അവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ നിഖിൽ സ്റ്റുഡൻ്റ് ആണ്, അപ്പോൾ സ്റ്റുഡൻറ്റിന് എവിടെ നിന്ന് നമുക്ക് വരുമാനം ലഭിക്കില്ല. അപ്പോൾ ഇൻകം എന്നുള്ളിടത്ത് നോ എന്ന് എഴുതാം. ബാക്കി ഫാദറും ടൈലറിങ്ങിലൂടെ പൈസ ലഭിക്കുന്നതാണ്, അപ്പോൾ യെസ് എന്ന് എഴുതാം. ദെൻ സെയിൽസ് വുമന് യെസ്, അഗ്രികൾച്ചർ യെസ്, പെൻഷനിയറിന് യെസ്. അപ്പോൾ ഇങ്ങനെയാണ് ആ ബോക്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ദെൻ ഫാമിലി ഇൻകം ഈസ് ദ ടോട്ടൽ ഇൻകം ഓഫ് ഫാമിലി ഇൻ എ പെർട്ടിക്കുലർ പീരീഡ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ടതാണ്. ഫാമിലി ഇൻകം എന്ന് പറയുന്നത് ടോട്ടൽ മൊത്തമായിട്ടുള്ള ആ ഫാമിലിയിലുള്ള വരുമാനം ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാലഘട്ടത്തിലേക്ക് പല ഡിഫറെൻറ്റ് സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെയാണ് നമ്മൾ ഫാമിലി ഇൻകം എന്ന് പറയുന്നത്. By spending the income effectively, a family can develop the habit of saving, deal with unexpected expenditure and improve the standard of living. അതായത് നമ്മൾ നല്ല രീതിയിൽ വരുമാനം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ വീടിന് എന്താണ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. എങ്ങനെയാണ് അവർക്ക് പൈസ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചേഴ്സിനും അതുപോലെ തന്നെ അവരുടെ ഇംപ്രൂവ് ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടാനും സഹായകരമാകും. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇൻകം യൂട്ടിലൈസ് ണെങ്കിൽ. ഇനി ഫാമിലി ബഡ്ജറ്റ് ആണ് പറയുന്നത്. ഫാമിലി ബഡ്ജറ്റ് ഈസ് ദ ഫിനാൻഷ്യൽ പ്ലാൻ ദാറ്റ് ഈസ് പ്രിപ്പയർ ബേസ്ഡ് ഓൺ എക്സ്പെക്റ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് എ ഫാമിലി ഇൻ എ പെർട്ടിക്കുലർ പീരീഡ്. ഫാമിലി ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ആണ്. അതായത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻകവും അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറും ഒരു വീട്ടുകാരൻ ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് പ്ലാൻ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ഫാമിലി ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ദെൻ ദ ഫാമിലി ബഡ്ജറ്റ് ദാറ്റ് ക്യാൻ ബി പ്രിപ്പയർ ഓൺ എ മന്ത്ലി ഓർ ആനുവൽ ബേസിസ് വിൽ ഡിഫറെൻറ്റ് അക്കോർഡിംഗ് ടു ദ സൈസ്, ഇൻകം ആൻഡ് നീഡ്സ് ഓഫ് ദ ഫാമിലി. അത് നമുക്കൊരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്കോ വേണമെങ്കിൽ നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. ദ ഫാമിലി ബഡ്ജറ്റ് ഷുഡ് ബി പ്ലാൻഡ് ബൈ കൺസിഡറിങ് ഒപ്പീനിയൻസ് ഓഫ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. അതായത് ഫാമിലി ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ വീട്ടിലുള്ള എല്ലാ വീട്ടുകാരുടെ ഒപ്പീനിയനും സമ്മതങ്ങളും അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ ചോദിച്ചിട്ട് വേണം ഫാമിലി ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ. ബൈ എൻഷുറിംഗ് ദ സജഷൻസ് ഓഫ് ഫാമിലി ബഡ്ജറ്റ് ആർ ഫോളോഡ് in fixed intervals, the family can attain financial safety and welfare. Then listen the conversation. ഇവിടെ ഒരു സംഭാഷണം കൊടുത്തിട്ടുണ്ട്. എന്താണ് അവർ പറയുന്നത്? The stock reached late. There is a slight hike in the prices. It have been weeks since we booked. If the price is increased like this, what shall we do here? Only we know how we both ends meet in life. What can I do? അതായത് എന്താ പറയുന്നത്, അതായത് സിലിണ്ടറിൻ്റെ പൈസ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, എത്ര ദിവസമായി ഞാൻ ബുക്ക് ചെയ്തിട്ട് എന്നുള്ളതൊക്കെ ആ വീട്ടുകാർ പറയുകയാണ്. അപ്പം പ്രൈസ് കൂടി, അതായത് സിലിണ്ടറിനുള്ള വില കൂടി എന്ന് ആ സിലിണ്ടർ വെക്കാൻ വന്നിട്ടുള്ള ആൾ പറയുകയാണ്. യു മൈറ്റ് ഹാവ് നോട്ടീസ് ഫ്രം ദ എബോവ് കോൺവെർസേഷൻ ഹൗ ദ അൺഎക്സ്പെക്റ്റഡ് പ്രൈസ് ഇൻക്രീസ് എഫക്ട് ദ ഫാമിലി ബഡ്ജറ്റ്. അപ്പോൾ ഇങ്ങനെ പ്രൈസ് കൂടുമ്പോൾ അതായത് ഫാമിലി ബഡ്ജറ്റിനെ എഫക്റ്റ് ചെയ്യും. കാരണം അവർ നിശ്ചയിച്ചിട്ടുള്ള ആ പൈസയിൽ നിന്നും കൂടുകയാണ് ചെയ്യുന്നത്. അത് ഫാമിലി ബഡ്ജറ്റിനെ നന്നായി ബാധിക്കും. അക്കോർഡിംഗ്ലി ഫൈൻഡ് ഔട്ട് ദ അതർ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റ് യുവർ ഫാമിലി ബഡ്ജറ്റ്. അങ്ങനെ ഫാമിലി ബഡ്ജറ്റിന് എഫക്റ്റ് ആവുന്ന മറ്റുള്ള ഫാക്ടേഴ്സും എഴുതാൻ പറഞ്ഞിട്ടാണ് അവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ഇൻക്രീസ് ദ ഇലക്ട്രിസിറ്റി ബിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഏതൊക്കെ മാർഗത്തിലൂടെയാണ്
അപ്പോൾ ബാക്കി എങ്ങനെയൊക്കെയാണ് പറയുന്നത്? ഫൈൻഡ് ഔട്ട് ദ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റ് യുവർ ഫാമിലി ബഡ്ജറ്റ്. ഫാമിലി ബഡ്ജറ്റിന് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇൻക്രീസ് ഇൻ ഇലക്ട്രിസിറ്റി ബിൽ, പിന്നെ എങ്ങനെയൊക്കെയാണ് ഇൻക്രീസ് ഇൻ പെട്രോൾ ആൻഡ് ഡീസൽ പ്രൈസ്, ആൻഡ് ഇൻക്രീസ് ഇൻ കുക്കിംഗ് ഗ്യാസ്, ഇൻക്രീസ് ഇൻ വാരിയസ് ടൈപ്സ് ഓഫ് ബില്ല്, അതുപോലെ തന്നെ ഇൻക്രീസ് മെഡിസിൻ പ്രൈസ്, അതൊക്കെ നമുക്ക് ഇതിൽ എഴുതാവുന്നതാണ്. The family income becomes stable when income is more than the expenditure or when the income and expenditures are equal. അതായത് വീട്ടു വരുമാനം സ്റ്റേബിളായി നിൽക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇൻകം ചിലവിനേക്കാൾ വരുമാനം കൂടുകയോ അല്ലെങ്കിൽ ചിലവും വരുമാനവും ഒരുപോലെ ഈക്വൽ ആവുകയും ചെയ്താലാണ് ഫാമിലി ഇൻകം സ്റ്റേബിളായി നിൽക്കുന്നത്. ദെൻ അടുത്തത് ഹൗ ക്യാൻ വി റെഡ്യൂസ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഫാമിലി. നമുക്ക് എങ്ങനെയാണ് വീട്ടു ചെലവ് കുറക്കാൻ കഴിയുന്നത്? അവിടെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. യൂസ് ലോക്കലി അവൈലബിൾ റിസോഴ്സസ് ഫോർ ഫുഡിന് വേണ്ടിയിട്ട് നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിക്കുക. കൾട്ടിവേറ്റ് യുവർ ഓൺ ഫുഡ് റിസോഴ്സസ്, നമുക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷ്യസാധനങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യുക. യൂസ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആൻഡ് ഫെയർ പ്രൈസ് സെയിൽ കൗണ്ടേഴ്സ് ടു ദ മാക്സിമം എക്സ്റ്റെൻറ്റ് പോസിബിൾ. അതുപോലെ തന്നെ പിന്നെ എന്താ എഴുതാം? യൂസ് ഇലക്ട്രിസിറ്റി ആൻഡ് ടെലിഫോൺ എക്സെട്ര ആസ് നീഡഡ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇലക്ട്രിസിറ്റി, ടെലിഫോൺ എന്നിവ യൂസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ വീട്ടു ചെലവ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തത് ഇവരൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഗിവൺ ബിലോ ഈസ് എ മോഡൽ ഓഫ് മന്ത്ലി ബഡ്ജറ്റ് ഓഫ് എ ഫാമിലി. ഒരു ഫാമിലിയിലുള്ള മാസ വരുമാനം, അതിൻ്റെ ഒരു ബഡ്ജറ്റാണ്, അതിൻ്റെ മോഡലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഇൻകം കൊടുത്തിട്ടുണ്ട്. അതായത് അവർക്ക് എല്ലാ ഇൻകം കൂട്ടിയിട്ടുണ്ടെങ്കിൽ 24,800 രൂപയാണ്. അതുപോലെ തന്നെ അവരുടെ ചിലവ് കൊടുത്തിട്ടുണ്ട്. ചിലവ് എന്ന് പറയുന്നത് 25,700 അതായത് ഇൻകത്തിനേക്കാൾ ചിലവ് കൂടുതലാണ്. അപ്പോൾ വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് ബഡ്ജറ്റ്? ഈ ഫാമിലി ബഡ്ജറ്റിനുള്ള ഒരു പ്രത്യേകത എന്താണ്? എക്സ്പെൻഡിച്ചർ ഈസ് മോർ ദാൻ ദ ഇൻകം. അതായത് വരുമാനത്തിനേക്കാൾ കൂടുതൽ ചിലവാണ് ഈ ഫാമിലി ബഡ്ജറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ വാട്ട് സജഷൻസ് ക്യാൻ യു ഗീവ് ടു ടേൺ ദിസ് ഫാമിലി ബഡ്ജറ്റ് ഇൻ ടു സർപ്ലസ് ഫണ്ട്? അതായത് എന്തൊക്കെ സജഷൻ നമുക്ക് ഇതിലേക്ക് കൊടുക്കാൻ പറ്റും? എന്താണ്? നമ്മുടെ ഇൻക്രീസ് ദി സോഴ്സ് ഓഫ് ഇൻകം, നമ്മുടെ വരുമാനം കൂട്ടാനുള്ള മാർഗം നോക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ചിലവ് കുറക്കാൻ നോക്കുക. അങ്ങനെയൊക്കെ ആക്കിയാൽ നമുക്കത് സർപ്ലസ് ഫണ്ടായിട്ട് മാറ്റാൻ സഹായിക്കുന്നതാണ്. ഇനി അടുത്ത ഇതാണ് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫാമിലി ബഡ്ജറ്റ് ആഡ് മോർ ടു ദ ടേബിൾ. അതായത് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഫാമിലി ബഡ്ജറ്റിലൂടെ? എങ്ങനെയാണ്? റെക്കഗ്നൈസിങ് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇൻകം. അതായത് നമുക്ക് വരുന്ന പല മാർഗ്ഗങ്ങളിൽ നിന്ന് വരുമാനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അഡ്ജസ്റ്റിംഗ് ദ എക്സ്പെൻഡിച്ചർ ഇൻ ടു മാച്ച് ദ ഇൻകം. അതായത് നമുക്ക് എത്രയാണോ ലഭിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് എക്സ്പെൻഡിച്ചറും നോക്കാൻ പറ്റും. മോഡറേറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് പ്രാക്ടീസ്ഡ്, സെൻസ് ഓഫ് സെൽഫ് റിലയൻസ് ആൻഡ് എക്സ്പെൻഡിച്ചർ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ആൻഡ് കൺട്രോൾഡ്, ഫിനാൻഷ്യൽ ഗ്രോത്ത് ആൻഡ് ക്യാൻ ബി അച്ചീവ്ഡ്. ഇനി നമ്മൾ അടുത്തതായി പറയുന്നത് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഫാമിലി എക്സ്പെൻഡിച്ചർ, ഇൻകം അതിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. ഇനി പബ്ലിക് എക്സ്പെൻഡിച്ചർ ആണ്. The news headlines of various welfare and developmental activities of government are given above. അപ്പോൾ മുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ പിക്ചർ എന്താണ്? അതായത് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്, ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ ഹെഡിങ്സ് ആണ് മുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദ ഗവൺമെൻറ് നീഡ്സ് എ ഹ്യൂജ് എമൗണ്ട് ടു മണി ടു ക്യാരി ഔട്ട് ദിസ് ആക്ടിവിറ്റീസ്. അതായത് ഗവൺമെൻറ്റിന് ഇങ്ങനെ ഓരോ പ്രോജക്ട്സ്, സ്കീംസൊക്കെ കൊണ്ട് നടക്കണമെങ്കിൽ നമുക്കെന്താണ് ഒരു വലിയ തുക തന്നെ അതിന് ആവശ്യമാണ്. അപ്പാർട്ട് ഫ്രം ദിസ് വാട്ട് ആർ ദ അതർ ആക്ടിവിറ്റീസ് ഡസ് ദ ഗവൺമെൻറ് സ്പെൻഡ് ഓൺ മണി? അതായത് ഗവൺമെൻറ് പൈസ ചിലവഴിക്കുന്നത് എന്തൊക്കെ പ്രവർത്തനങ്ങൾക്കാണ്? എന്തിനൊക്കെയാണ്? സാലറി, ഇൻട്രസ്റ്റ്, എക്സ്പെൻസസ് ഫോർ ഡിഫൻസ്, കൺസ്ട്രക്ഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ആൻഡ് സോഷ്യൽ വെൽഫെയർ സ്കീംസ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് മണി സ്പെൻഡ് ചെയ്യുന്നത്. ദെൻ അടുത്തത് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്? അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. പബ്ലിക് എക്സ്പെൻഡിച്ചർ ഈസ് ദ എമൗണ്ട് സ്പെൻഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ ഡെവലപ്മെൻറ്റൽ ആൻഡ് നോൺ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്. അതായത് ഗവൺമെൻറ് പൈസ ഡെവലപ്മെൻറ്റൽ ആയിട്ടും അതുപോലെ തന്നെ നോൺ ഡെവലപ്മെൻറ്റൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടി പൈസ ചിലവഴിക്കുന്നതിനെയാണ് നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ആസ് ഗവൺമെൻറ് എക്സ്പാൻഡ്സ് ഇറ്റ്സ് ആക്ടിവിറ്റി. The public expenditure can be classified into two categories. അപ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറുമായിട്ട് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട്. ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ദ എക്സ്പെൻഡിച്ചർ ഡയറക്ട്ലി റിലേറ്റഡ് ടു എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി ആർ കോൾഡ് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ.
They contribute greatly to the economic growth of a country by stimulating its real economic condition and production. So, those developmental expenditure are known as production cost. The expenditure spent on constructing roads, bridges, harbors, and to start a new enterprises and educational institutions are considered as developmental expenditure. ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരു കൺട്രിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ ചിലവഴിക്കുന്നത് എക്കണോമിക് സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി, അതിനെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ കൺസ്ട്രക്ടിങ് ഓഫ് റോഡ്സ്, ബ്രിഡ്ജസ്, ഹാർബോൺസ്, ടു സ്റ്റാർട്ട് എ ന്യൂ എൻ്റർപ്രൈസസ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. Then non-developmental expenditure എന്ന് പറയുന്നത്, non-developmental expenditure is one of the incurred by the government on a regular basis of national interest and public services. Expenses involved in defense, interest, pension, epidemics and natural disasters come under this. അതായത് നോൺ ഡെവലപ്മെൻറ്റൽ എന്ന് പറയുന്നത് വികസനമൊന്നും ഇല്ലെങ്കിലും പെൻഷനായിട്ട് അതുപോലെ തന്നെ നാച്ചുറൽ ഡിസാസ്റ്റർ അപ്പോഴൊക്കെ നമ്മൾ പൈസ ചിലവഴിക്കുന്നത്, ഗവൺമെൻറ് ചിലവഴിക്കുന്നതിനാണ് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ദെൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്, അതായത് നമുക്ക് അതിന് താഴെ ഒരു ടാബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡെവലപ്മെൻറ്റിലാണ് വരിക, നോൺ ഡെവലപ്മെൻറ്റിലാണെന്ന് വരിക എന്ന് കാറ്റഗറൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, അതായത് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്നെടുത്തുള്ളത്. ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിൽ എനർജി ജനറേഷൻ, അതുപോലെ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്, കൺസ്ട്രക്ഷൻ ഓഫ് സ്കൂൾ, ഇൻഡസ്ട്രീസ് ഒക്കെ ഡെവലപ്മെൻറ്റിൽ വരും. ഈ നോൺ ഡെവലപ്മെൻറ്റിൽ എന്തൊക്കെയാണ് വരിക, ഇൻഡസ്ട്രി, എപ്പിഡമിക്, അതുപോലെ തന്നെ വെൽഫെയർ, പെൻഷൻ, ലിയബിലിറ്റി, സബ്സിഡീസ്, വാർ, ഡിഫൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കാറ്റഗറൈസ് ചെയ്യേണ്ടത്. The public expenditure of central government from 2018-19 to 2022-23 is given below. ഇപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് ഒരു ഗ്രാഫാണ്. അതായത് എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ സെൻട്രൽ ഗവൺമെൻറ്റിന് 2018-19 മുതൽ 2022-23 വരെയുള്ളതിൻ്റെ എന്താണ് പബ്ലിക്കിൻ്റെ ചെലവുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കും എന്താണ്, അതായത് കൂടുതൽ നമ്മുടെ 2022-23 അധ്യയന വർഷത്തിൽ തന്നെയാണ്. അപ്പോൾ ഓരോ വർഷത്തിലും എന്താണ് എക്സ്പെൻഡിച്ചർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി അടുത്തതാണ് പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്, പൊതുവരുമാനം. ദ ഗവൺമെൻറ് നീഡ്സ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഫോർ ഡെവലപ്മെൻറ്റൽ ആൻഡ് വെൽഫെയർ ആക്ടിവിറ്റീസ്. അതായത് നമ്മുടെ ഗവൺമെൻറ്റിന് വലിയ തുക തന്നെ ആവശ്യമാണ്, അതായത് വികസനത്തിനും അതുപോലെ തന്നെ വെൽഫെയർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്. ദ പബ്ലിക് റവന്യൂ ഈസ് ദ വെൽത്ത് ദാറ്റ് ദ ഗവൺമെൻറ് കളക്ട്സ് ഫ്രം വാരിയസ് സോഴ്സ് ടു സാറ്റിസ്ഫൈ ദിസ് നീഡ്സ്. അതായത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക, പബ്ലിക് പൊതുവരുമാനം എന്ന് പറയുന്നത് എന്താണ്, അതായത് ഗവൺമെൻറ്റിന് പല മേഖലകളിൽ നിന്ന് കിട്ടുന്ന പൈസ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തതിനെയാണ് പൊതുവരുമാനം. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ്. And now think about the source of revenue of the government. The government makes revenue from two major sources. അതായത് പൊതുവരുമാനം ഗവൺമെൻറ്റിന് കിട്ടുന്നത് രണ്ട് പ്രധാനപ്പെട്ടുള്ള സോഴ്സുകളിൽ നിന്നാണ്. അപ്പോൾ പബ്ലിക് റവന്യൂവിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ടാക്സ് റവന്യൂ അതുപോലെ തന്നെ നോൺ ടാക്സ് റവന്യൂ. ഇനി ഈ ടാക്സ് റവന്യൂവിനെ തന്നെ നമ്മൾ റവന്യൂ ഫ്രം ടാക്സസ്, അതായത് ടാക്സിലൂടെയുള്ള വരുമാനത്തിനെ കുറിച്ചിട്ടാണെങ്കിൽ ടാക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് ആയിട്ടുണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചാർട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക, ചിലപ്പോൾ നമുക്കിങ്ങനെ വിട്ട് ഭാഗമൊക്കെ ആയിട്ട് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പബ്ലിക് റവന്യൂ ഈസ് ക്ലാസിഫൈഡ് ഇൻടു ടു വിച്ച് ആർ ദ ടാക്സ് റവന്യൂ ആൻഡ് നോൺ ടാക്സ് റവന്യൂ. ദെൻ ടാക്സ് റവന്യൂവിൽ തന്നെ ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് അതായത് ടാക്സ് ഇല്ലാത്തതിനെ നമ്മൾ എന്ത് പറയുന്നത്, ദിസ് ഈസ് ദ റവന്യൂ ഫ്രം സോഴ്സസ് അതർ ദാൻ ടാക്സസ്. ടാക്സസിൽ നിന്നല്ലാണ്ട് മറ്റുള്ള സോഴ്സുകളിൽ നിന്നുള്ള വരുമാനമാണ് നോൺ ടാക്സ് റവന്യൂ. എക്സാമ്പിൾ ആണ് ഫീ, ഫൈൻ, ഗ്രാൻസ്, പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ്, അതൊക്കെയാണ് എക്സാമ്പിൾ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്, ഡയറക്റ്റ് ടാക്സ് ഈസ് എ ടാക്സ് remitted by the person whom tax is levied. This means that the taxpayer himself bears the burden of the tax. Income tax and building ടാക്സ് ആർ എക്സാമ്പിൾ ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഹിയർ ദ ടാക്സ് ലീവ്ഡ് ഓൺ വൺ ഇൻഡിവിജ്വൽ ഈസ് പെയ്ഡ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ബൈ അനദർ. സെയിൽസ് ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ആൻഡ് എക്സാമ്പിൾസ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക, ചിലപ്പോൾ എക്സാമ്പിൾസ് ഒക്കെ എക്സാമിന് ചോദിച്ചു എന്ന് വരാം. ദെൻ അടുത്തത് ടാക്സ് എന്ന് പറയുന്നത് എന്താണ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ടതാണ്. ടാക്സ് എന്ന് പറയുന്നത് ടാക്സ് ഈസ് ദ എമൗണ്ട് ഓഫ് മണി ദാറ്റ് പബ്ലിക് ഷുഡ് റിമിറ്റ് ദ ഗവൺമെൻറ് ടു ബിയർ ദ എക്സ്പെൻസസ് ഓഫ് വെൽഫെയർ ആക്ടിവിറ്റീസ് ആൻഡ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് വിച്ച് ക്യാരിഡ് ഔട്ട് ദ പബ്ലിക് ഇൻ
interest. The person who remits tax is called taxpayer. ടാക്സ് കൊടുക്കുന്നവരെയാണ് നമ്മൾ ടാക്സ് പെയർ എന്ന് പറയുന്നത്. ടാക്സ് എന്ന് പറയുന്നത് ഒരു എമൗണ്ട് ആണ്, അതായത് ഗവൺമെൻറ്റിന് നമ്മൾ കൊടുക്കുന്ന അവരുടെ എക്സ്പെൻസും എക്സ്പെൻഡിച്ചറും വെൽഫെയർ ആക്ടിവിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് ടാക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് GST. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് GST? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നതാണ് GSTയുടെ ഫുൾ ഫോം. GST is a unified indirect tax that came into effect from July 1, 2017. 2017 ജൂലൈ 1 മുതലാണ് GST നിലവിൽ വന്നിട്ടുള്ളത്. After the 101 amendments of the Constitution to implement the principle of a unified tax for nation. അതായത് എല്ലാ യൂണിഫൈഡ് ടാക്സും കൂടി യൂണിഫൈഡ് ആയിട്ടാണ് GST കൊണ്ടുവന്നിട്ടുള്ളത്. If the revenue from sales is more than the amount is fixed by the government in a financial year, the trade must be availed GST registrations. At present, the consumer has to be paid GST at the rates of 0, 5%, 12%, 80%, 28%. അപ്പോൾ GSTൻ്റെ റേറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. The GST that is collected from the consumer has to remitted by the traders to the government. The rate of GST can change is due to the course of time. ഓരോ ടൈം കൂടുന്നവർ GSTയുടെ ആ റേറ്റ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഇവിടെ ന്യൂസ് ഹെഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? യൂണിയൻ ബഡ്ജറ്റ് ടുഡേ, സ്റ്റേറ്റ്സ് എക്സ്പെക്ട് ബെനിഫിറ്റ്സ് ആൻഡ് സ്റ്റേറ്റ് ബഡ്ജറ്റ് പ്രസൻറ്റേഷൻ ഇൻ ദ അസംബ്ലി ടുഡേ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ ബഡ്ജറ്റൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ ബഡ്ജറ്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ന്യൂസസൊക്കെ കേട്ടിട്ടുണ്ടാകും. ദെൻ ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് യൂഷ്വലി പ്രിപ്പയർ ബഡ്ജറ്റ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും എന്താണ് ബഡ്ജറ്റ്സ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. എന്താണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ ഫാമിലി ബഡ്ജറ്റൊക്കെ നേരത്തെ പഠിച്ചു. അപ്പോൾ ഇവിടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ദ ബഡ്ജറ്റ് is a financial document of the expected income and expenditure by government for a specific financial year. In our country, the budget is prepared from one financial year starting from April 1st to March 31. The finance minister presents the budget. As per the Article 112 of the Constitution of India, the Union budget is also annual financial adult of country. അതായത് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻകം എക്സ്പെൻഡിച്ചറും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അത് പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അത് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്റ്ററാണ് ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യുന്നത്, അതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇനി 3 തരത്തിലാണ് ബഡ്ജറ്റ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് താഴെ പഠിക്കാം. Budget can be divided into 3 categories on basis of revenue and expenditure. അതായത് വരുമാനവും ചിലവും ഒക്കെ അനുസരിച്ചിട്ട് ബഡ്ജറ്റിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സർപ്ലസ് ബഡ്ജറ്റ്, ബാലൻസ്ഡ് ബഡ്ജറ്റ് ആൻഡ് എഫിഷ്യൻറ്റ് ബഡ്ജറ്റ്. സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇൻകം ഈസ് മോർ, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ ഈസ് ലെസ്. വരുമാനം കൂടുതലും ചിലവ് കുറവുമാണെങ്കിൽ അതിനെയാണ് നമ്മൾ സർപ്ലസ് എക്സ്പെൻഡിച്ചർ എന്ന് സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, അതായത് വരുമാനവും ചിലവും ഈക്വൽ ആയിട്ടുള്ളതിനെ ബാലൻസ്ഡ്. ഡിഫിഷ്യൻറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ലെസ് ഇൻകം, അതായത് ഇൻകം കുറവും എക്സ്പെൻഡിച്ചർ അതിനെ കൂടുതലുമാണെങ്കിലാണ് നമ്മളത് പറയുക. ഇനി അടുത്ത ടോപ്പിക്കാണ് എവല്യൂഷൻ ഓഫ് ദ ബഡ്ജറ്റ്, അതായത് ബഡ്ജറ്റിൻ്റെ പരിണാമം എന്നതാണ് പറയുന്നത്. ദ വേർഡ് ബഡ്ജറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് ബോക്കറ്റ്. ഇറ്റ് മീൻസ് എ സ്മോൾ ബാങ്ക് ഓർ സാക്ക്. അതായത് ബഡ്ജറ്റ് എന്നുള്ളത് വേർഡ് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? ഫ്രഞ്ച് വേർഡ് ബോക്കറ്റ് എന്ന് പറയുന്നതാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു സ്മോൾ ബാഗ് അല്ലെങ്കിൽ ചാക്ക് അത് അങ്ങനത്തെ ഒരു മീനിങ് ആണ്. ദ വേർഡ് ബഡ്ജറ്റ് ഇൻഡിക്കേറ്റ്സ് എ ബാഗ് ദറ്റ് കണ്ടെയ്ൻ ആൻഡ് ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ് ഓഫ് ദ ഗവൺമെൻറ്. അതായത് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ബാഗ്, അതിൻ്റെ ഉള്ളിൽ ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു ബാഗിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് പ്രസൻറ്റേഷൻ ഓഫ് ദ ബഡ്ജറ്റ് വാസ് ഹെൽഡ് ഇൻ 11th century by R.K. Shanmugam Chetty, who was the finance minister of India, presented the first union budget of country. അതായത് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് 11ാം നൂറ്റാണ്ടിൽ R.K. Shanmugam Chetty എന്ന് പറയുന്ന ഫിനാൻസ് മിനിസ്റ്ററാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത്, അതായത് പൊതുകടം എന്ന് പറയുന്നത്. അതായത് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ്റിന് കടങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ ഇടയ്ക്ക് കേൾക്കാറുണ്ട്. ദി ഗവൺമെൻറ് ഹാസ് ടു ടേക്ക് ലോൺസ് ടു മെറ്റീരിയലൈസ് ദ ഡെവലപ്മെൻറ്റൽ ആൻഡ് വെൽഫെയർ ആക്ടിവിറ്റീസ് ആൻഡ് ടു മീറ്റ് വാരിയസ് അഡ്മിനിസ്ട്രേറ്റീവ് നീഡ്സ് വെൻ ദ ഇൻകം ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു സാറ്റിസ്ഫൈ വാരിയസ് നീഡ്സ്. അതായത് ഗവൺമെൻറ് ലോൺ എടുക്കുക, അതായത് നമ്മുടെ വെൽഫെയർ ആക്ടിവിറ്റീസ് നന്നായിട്ട് പോകാനും അതുപോലെ തന്നെ മറ്റുള്ള ആവശ്യങ്ങൾ, അതായത്
അതായത് വരുമാനം നമ്മുടെ കയ്യിൽ അത്ര ഇല്ലെങ്കിൽ നമ്മളത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമ്മൾ കടമെടുക്കുന്നതാണ്, ലോൺ എടുക്കും. അങ്ങനെ ഗവൺമെൻറ് ലോൺ എടുക്കുന്നതിനെയാണ് നമ്മൾ പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത്, പൊതു കടമായിട്ട് പറയുന്നത്. ലോൺസ് ദാറ്റ് അവൈൽ ബൈ ദ ഗവൺമെൻറ് ആർ നോൺ ആസ് പബ്ലിക് ഡെപ്റ്റ്. ഗവൺമെൻറ് ലോൺ എടുക്കുന്നതിനെയാണ് നമ്മൾ പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ലോൺസ് ആർ ടേക്കൺ ഫ്രം വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ കൺട്രി. നമ്മുടെ രാജ്യത്തിനുള്ളിലും പുറത്തും നമ്മൾ ലോണുകൾ എടുക്കാറുണ്ട്. ദിസ് ഡെപ്റ്റ്സ് ആർ ഓൾസോ നോൺ ആസ് ഡൊമസ്റ്റിക് ഡെപ്റ്റ്സ് ആൻഡ് ഫോറിൻ ഡെപ്റ്റ്സ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇതിനെ അതായത് പുറത്തുനിന്ന് നമ്മൾ കടമെടുക്കുന്നത്, രാജ്യത്തിന് പുറത്തുനിന്ന് കടമെടുക്കുമ്പോൾ നമ്മൾ ഫോറിൻ ഡെപ്റ്റ്സ് ആയിട്ടും ഉള്ളിൽ നിന്ന് കടമെടുക്കുമ്പോൾ ഡൊമസ്റ്റിക് ഡെപ്റ്റ്സ് ആയിട്ടും പറയുന്നുണ്ട്. അപ്പോൾ പബ്ലിക് ഡെപ്റ്റ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഇന്റേണൽ ഡെപ്റ്റ് ആയിട്ടും എക്സ്റ്റേണൽ ഡെപ്റ്റ് ആയിട്ടും. ഇന്റേണൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് ദ ലോൺസ് അവൈൽഡ് ബൈ ദ ഗവൺമെൻറ് ഫ്രം ദ ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസൈഡ് ദ കൺട്രി ആർ നോൺ ആസ് ഡൊമസ്റ്റിക് ഡെപ്റ്റ്. ഡൊമസ്റ്റിക് ഡെപ്റ്റ് എന്നും അതിനെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ, അതായത് ഇൻഡിവിജ്വൽസിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നോ കടമെടുക്കുന്നതിനെയാണ് ഡൊമസ്റ്റിക് ഡെപ്റ്റ് അല്ലെങ്കിൽ ഇന്റേണൽ ഡെപ്റ്റ് എന്നൊക്കെ പറയുന്നത്. എക്സ്റ്റേണൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫോറിൻ ഡെപ്റ്റ്സ് ഈസ് ദ ലോൺ അവൈൽഡ് ഫ്രം അതർ കൺട്രീസ് ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. അതായത് നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള വലിയ വലിയ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നോ നമ്മൾ കടമെടുക്കുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പിക്ചേഴ്സ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഫോറിൻ ഗവൺമെൻറ് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ദ പ്രൊഡക്റ്റീവ് യൂസ് ഓഫ് ദിസ് ലോൺസ് ഹെൽപ്സ് ടു മെറ്റീരിയലൈസിങ് welfare and developmental activities, thereby increasing revenue and reducing public debt. ഇനി അടുത്ത ടോപ്പിക്കാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. എന്താണ് അപ്പോൾ ഫിസ്ക്കൽ പോളിസി എന്ന് നോക്കാം. ഫിസ്ക്കൽ പോളിസി ഈസ് എ കോംപ്രഹെൻസീവ് ഗവൺമെൻറ് പോളിസി കൺസേണിങ് ദ പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് ഡെപ്റ്റ്. അതായത് ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് ആയിട്ടുള്ള പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ അതൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ളതാണ് ഒരു ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ദിസ് പോളിസി പ്രിപ്പയർ ബൈ ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഇംപ്ലിമെൻറ്റ് ത്രൂ ബഡ്ജറ്റ്. അപ്പോൾ ഇത് ബഡ്ജറ്റിലൂടെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ എ പോളിസി that gives guidelines to the government to improve the current financial situation and attain financial stability. അപ്പോൾ ഈ പോളിസീസ് എന്താണ്? ഗവൺമെൻറ്റിന് അതായത് നമ്മുടെ വരുമാനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കുറച്ച് മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ നമുക്ക് ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ട് നിൽക്കാനും സഹായിക്കുന്ന ഒരു പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ എക്സാമിനൊക്കെ ഫിസ്ക്കൽ പോളിസി എന്താണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. എന്നാൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. എന്താണ് ഈ ഫിസ്ക്കൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? എന്താണ്? ആക്സിലറേറ്റ് ദ എക്കണോമിക് ഗ്രോത്ത്. അതായത് നമ്മുടെ സമൂഹത്തിൽ എക്കണോമിക് ഗ്രോത്ത് കൂട്ടുവാനും അതുപോലെ തന്നെ ജോലി സാധ്യത കൂട്ടുവാനും, ക്രിയേറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, regulate additional expenditure, eliminate the inequality in the distribution of revenue. അത് റവന്യൂവിൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സമയത്ത് നമുക്ക് ഇനിക്വാളിറ്റീസ് ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഒക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. Organizations, local self-government institutions, states and the nation help us to materialize developmental and welfare activities and attain the global sustainable developmental by preparing by working on budget. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. അപ്പോൾ ഈ പാഠത്തിൽ എന്താണ് പഠിച്ചത്? ആദ്യം തന്നെ നമ്മൾ പഠിച്ചത് എക്സ്പെൻഡിച്ചർ, അതായത് വരുമാനം, ചിലവ്, വരുമാനം, വീട്ടു ചിലവ്, അതുപോലെ തന്നെ വീട്ടിലെ ബഡ്ജറ്റ്, ഫാമിലി ബഡ്ജറ്റ്, അതുപോലെ തന്നെ ഫാമിലി എക്സ്പെൻഡിച്ചർ അതെങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ആദ്യം പഠിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. അതിന് ശേഷം നമ്മൾ എന്താണ് പഠിച്ചത്? അതായത് അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ, അതായത് പൊതുവരുമാനം, പൊതു കടത്തിനെ കുറിച്ചിട്ട്, പബ്ലിക് ഡെപ്റ്റിനെ കുറിച്ചിട്ട്, അതിൻ്റെ കാറ്റഗറീസ് പഠിച്ചു, പബ്ലിക് റവന്യൂവിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അതിന് ശേഷം പഠിച്ചത്. അതിനുശേഷം നമ്മൾ എന്താ പഠിച്ച്? എന്താണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 3 തരത്തിൽ ബഡ്ജറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫിസ്ക്കൽ പോളിസി പറഞ്ഞു. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാ പാഠത്തിൽ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് അത് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഓരോ എന്താണ് പബ്ലിക് റവന്യൂ, എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, എന്താണ് ബഡ്ജറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്, അതുപോലെ തന്നെ പബ്ലിക് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഡയറക്റ്റ് ടാക്സ്, എക്സാമ്പിൾസ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്തിട്ട് എക്സാമിന് വേണ്ടി പഠിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മളെല്ലാ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പാഠങ്ങളായി അടുത്ത വീഡിയോകളിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.